പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വായിച്ചു കേട്ടതായ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് ഭാഗിക്കാം. ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് കർത്താവ് വന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ക്രിസ്തീയ ജീവിതത്തിൽ രമ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് രണ്ടാം ഭാഗത്ത് പറയുന്നത്. ആദ്യ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്, കർത്താവ് പറയുകയാണ്. പലപ്പോഴും പലരും പഠിപ്പിക്കുന്നത് കർത്താവ് പുതിയ നിയമം കൊണ്ടുവന്നു, പഴയതെല്ലാം നീങ്ങിപ്പോയി, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. കർത്താവ് ഇവിടെ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് വന്നത്. ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ ഒന്ന് ചെറുതാക്കി പഠിപ്പിക്കുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി കണക്കാക്കപ്പെടുമെന്നാണ്. എന്നാൽ ഈ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കൽപ്പനകളെ ആചരിക്കുന്നവൻ ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളെ വളരെ ഭംഗിയായിട്ട് പഠിക്കുവാനും അത് ആചരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവ് അത് ഭംഗിയായിട്ട് വ്യാഖ്യാനിച്ചു തരുന്നതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമകാലത്ത് വ്യാഖ്യാനിച്ചതിന് പറ്റിയ ചില തെറ്റുകൾ കർത്താവ് തിരുത്തുന്നുണ്ട്. അല്ലാതെ യഥാർത്ഥ ന്യായപ്രമാണത്തെ ഒരിക്കലും കർത്താവ് വള്ളിയോ പുള്ളിയോ മാറ്റിക്കളഞ്ഞിട്ടില്ല. മനുഷ്യൻ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പല രീതിയിലുള്ള ബലഹീനതകൾ വന്നുകൂടിയിട്ടുണ്ട്. അതിനെ തിരുത്തുകയാണ് കർത്താവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിക്കുവാനാണ് വന്നത് എന്ന്. രണ്ടാമതായി, രമ്യതയുടെ സുവിശേഷമാണ് കർത്താവ് എപ്പോഴും നമ്മളോട് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും വെച്ച് പുലർത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. ഇവിടെ കർത്താവ് പറയുന്നത്, നീ ബലിപീഠത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും വിരോധമുള്ളതായിട്ട് തോന്നിയാൽ, നിനക്ക് സഹോദരൻ്റെ നേരെ അല്ല, സഹോദരന് നിന്റെ നേരെ എന്തെങ്കിലും വിരോധമുള്ളതായിട്ട് തോന്നിയാൽ ആദ്യം ബലിവസ്തുക്കൾ വെച്ചിട്ട് സഹോദരനുമായി രമ്യപ്പെടുവാനാണ്. സഹോദരന് എതിരായി ഒന്നും സംസാരിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത്. സഹോദരനെ വിഡ്ഢിയെന്നോ നിസ്സാരനെന്നോ ചെറിയവനെന്നോ പറയാൻ പാടില്ല. ന്യായവിധി, അതുപോലെ കഠിനദണ്ഡനം, അഗ്നിനരകം, ഇതെല്ലാമാണ് അവർക്ക് അവകാശമെന്ന് കർത്താവ് പറയുന്നുണ്ട്. സഹോദരനുമായി രമ്യപ്പെടുവാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഏതെങ്കിലും തരത്തിൽ നമ്മളുമായി ശത്രുത പുലർത്തുന്നവരെ രമ്യതയുടെ മാർഗത്തിലേക്ക് വരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ ശത്രു നമ്മെ കൊണ്ടുപോയി ന്യായാധിപനെ, സേവകനെ ഏൽപ്പിച്ച് അവസാനത്തെ കാശ് പോലും കൊടുത്തു തീർക്കാതെ അവിടെ നിന്നെ വിട്ട് മാറുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിനർത്ഥം ഒരു കാരണവശാലും വെറുപ്പും വിരോധവും കാത്തു സൂക്ഷിക്കരുത് എന്നുള്ളതാണ്. അനുരഞ്ജനത്തിൻ്റെ പാതയാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് ഈ നോമ്പ് നോക്കാനായിട്ട് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന അനുരഞ്ജനത്തിൻ്റെ പാത അത് നിർവഹിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതുപോലെ നാഥ, നിന്റെ ന്യായപ്രമാണത്തെ ഒരിക്കലും നിഷേധിക്കുവാനോ കുറച്ച് കാണുവാനോ ഞങ്ങൾക്കിടവരരുതേ. നീ പഠിപ്പിച്ചതുപോലെ ന്യായപ്രമാണത്തെ വേണ്ടവണ്ണം ഉൾക്കൊണ്ട് ആചരിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളെന്നാളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.